ഹായ് ഹലോ എല്ലാവർക്കും മല്ലു ടോക്സ് ആസ്ട്രലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഇവിടെ മല്ലു ടോക്സ് ആസ്ട്രൽ ചാനൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതിന്റെ ഒരു വലിയ ഉദ്ദേശം പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പൊ ഞങ്ങൾ കുറെ നാളായിട്ട് ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോഴൊക്കെ ഞങ്ങൾക്ക് കാണുന്ന ഒരു പ്രധാന ഇഷ്യൂ ആസ്ട്രലിന്റെ ഒരു യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ മറ്റു ആസ്ട്രലിനെ കുറിച്ച് സംസാരിക്കാൻ ഒരു ചാനൽസ് അങ്ങനെ പൊതുവെ കാണാറില്ല. അപ്പൊ പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഒരെണ്ണം പുതിയ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് തുടങ്ങാമെന്ന് വിചാരിച്ച് ഇന്നിതാ ഫസ്റ്റ് പോഡ്കാസ്റ്റ് ആണ്. അപ്പൊ പോഡ്കാസ്റ്റിലേക്ക് ഇന്ന് എന്റെ കൂടെ കോ ഹോസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യുന്നത് ഒരു ഡൈ ഹാർഡ് ആർസണൽ ഫാൻ ആണ്. ഞാൻ എന്താ പുള്ളി സ്റ്റേജിലോട്ട് ആഡ് ചെയ്യാം. പുള്ളിയുടെ പേര് ദീപക് ആൻഡ് ഹി വിൽ ഇൻട്രൊഡ്യൂസ് യു ഹിംസെൽഫ്. ഹലോ ഹായ് ദീപക് ഏട്ടാ. ഹായ്. സോ എന്റെ പേര് ദീപക്. ഹലോ, കേൾക്കുന്നുണ്ടോ? കേക്കാം പറഞ്ഞു. ഓക്കെ, അപ്പൊ ഞാൻ ബേസിക്കലി എറണാകുളത്ത് നിന്നാണ്. ഇപ്പം കറന്റ്ലി UK-യിലുണ്ട്. സോ 2003 തൊട്ട് ആർസണൽ ഫാനായിട്ട് ഇങ്ങനെ പുറകെ നടക്കും ആർസണലില്. സോ നമുക്ക് പോഡ്കാസ്റ്റിലോട്ട് കടക്കാം. അതെ, നമുക്ക് ഡയറക്ട്ലി കാര്യങ്ങളിലേക്ക് തന്നെ കടക്കാം അല്ലേ? സമയമില്ലല്ലോ ഇന്ന് രാത്രി. എന്ത് തോന്നുന്നു നമുക്ക് അറിയാം, കഴിഞ്ഞ വർഷം നമുക്ക് കുറെ ചെറിയൊരു ഗ്യാപ്പിലാണ് നമുക്ക് മിസ്സായി പോയത് ടൈറ്റിൽ. പക്ഷെ ഈ സീസൺ തിരിച്ചു പിടിക്കണ്ടേ? അപ്പം എന്താണ് ആർസണൽ ഫാൻ എനിക്ക് അതിന് മുന്നത്തെ സീസൺ തൊട്ടുള്ളൊരു വിഷമങ്ങളുണ്ട്. ബേസിക്കലി 2 സീസണായിട്ട് നമ്മൾ സെക്കൻഡ് ഫിനിഷ് ചെയ്യുവാണ്. അത് മേ ബി മാഞ്ചസ്റ്റർ സിറ്റി എന്നൊരു ടീമിന്റെ സുപ്പീരിയോറിറ്റി ആവാം, അല്ലെങ്കിൽ നമ്മുടെ ടീമിന്റെ ഒരു മെന്റാലിറ്റി ആവാം. ബട്ട് സ്റ്റിൽ അതൊക്കെ മാറിയിട്ട് ഈ സീസൺ മെന്റാലിറ്റി മോൺസ്റ്റേഴ്സ് ആയിട്ട് നമ്മൾ മാറും എന്നുള്ളൊരു പ്രതീക്ഷയിൽ നമ്മൾ എപ്പോഴും ഒരു സീസൺ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഹൈ ഹോപ്സിലാണല്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലാണ്ട് നെഗറ്റീവ് ചിന്തിച്ചിട്ട് ഒരിക്കലും കാര്യമില്ല. സോ നമ്മൾ എപ്പോഴും ഹൈ ഹോപ്സ് വെക്കുക, 38 ഗെയിംസ് നമ്മൾ ജയിക്കും എന്നൊരു പ്രതീക്ഷയിൽ സ്റ്റാർട്ട് ചെയ്യാം ഈ സീസൺ. സോ എന്റെ എക്സ്പെക്ടേഷൻ ആസ് എൻ ആർസണൽ ഫാൻ ആൻഡ് സീയിങ് ഓൾ ദ സിറ്റുവേഷൻ, ഇപ്പോഴത്തെ ടീമിന്റെ സിറ്റുവേഷനും എല്ലാം നോക്കിക്കഴിഞ്ഞാൽ ആർസണൽ ഷുഡ് വിൻ ദ ലീഗ് ആൻഡ് ആർസണൽ വിൽ വിൻ ദ ലീഗ് എന്നാണ് എന്റെ പ്രഡിക്ഷൻസ്. അങ്ങനെയാണ്. ആൻഡ് വാട്ട് അബൌട്ട് യു അരുൺ, എന്താണ് ചിന്ത? നമ്മളിപ്പം ആർസണലിനെ ഫോളോ ചെയ്യാൻ ബ്രോ സ്റ്റാർട്ട് ചെയ്തത് 2003, ഞാനൊരു 2010. അപ്പം ഞാനിതുവരെ ഞാനിപ്പോ സപ്പോർട്ട് ചെയ്യുന്ന ടീം കപ്പടിച്ച് കണ്ടിട്ടില്ല, ലീഗ് അടിച്ച് കണ്ടിട്ടില്ല. അപ്പം ആൾക്കാർ ചോദിക്കുക എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യും. പക്ഷെ അതാണല്ലോ നമ്മൾ ആസ് എൻ ആർസണൽ ഫാൻ, നമ്മൾ ആർസണൽ ടീമിനോട് നമുക്ക് ഇഷ്ടം തോന്നുന്നതിന്റെ മേജർ റീസൺ ഒരു പ്ലെയർ അല്ല ഒരു കോച്ചോ, നമുക്ക് ആ ഒരു ക്ലബിനോട് ഉണ്ടാകുന്ന ഒരുതരം വാല്യൂസോ എന്താ നമുക്ക് തന്നെ നമുക്കൊരു ഇഷ്ടം തോന്നുന്നുണ്ട്. ബേസിക്കലി നമ്മൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആർസണൽ കളിക്കുന്ന പ്ലേയിങ് സ്റ്റൈൽ ഇസ് ഡിഫറെന്റ് ഫ്രം എവറി ടീം. ആ പ്ലേയിങ് സ്റ്റൈല് കാണുമ്പോൾ തന്നെ യു ആർ അട്രാക്റ്റഡ് ടു ദ ടീം അല്ലേ? അപ്പം ഇപ്പൊ ഈ വിൽഷെയർ ആണെങ്കിലും അലക്സിസ് സാഞ്ചസിന്റെ കാലത്താണെങ്കിലും ടിയറി ഓൺട്രി, ഫ്രം ദാറ്റ് പീരീഡ് എല്ലാം, വെങ്ങറുടെ കാലം തൊട്ട് എമറിയുടെ കാലം തൊട്ട് നമുക്ക് പല സ്റ്റേജസ് ഓഫ് കോച്ചസ് വന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ ഗെയിം സ്റ്റൈല് സെയിം ആണ്. ആ സിൽക്ക് സ്മൂത്ത് പാസിങ്ങും ഫിനിഷിങ്ങും അങ്ങനത്തെ. ലൈക്ക് നമ്മുടെ ക്ലബിന്റെ മേജർ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഡ്രോബാക്ക് പറയാം, ഈ ലോങ് റേഞ്ച് ഷോട്ട്, മറ്റേ എക്സ്ട്രാ ഓർഡിനറി ഷോട്ട്സ് ഒന്നും നമ്മുടെ ക്ലബിന്റെ സൈഡിൽ നിന്ന് കുറവാണ്. ബട്ട് സിൽക്കി സ്മൂത്ത് ഗോൾസ്, 16 പാസസ് ടു എ ഗോൾ, അങ്ങനത്തെ സിറ്റുവേഷൻസ് നമ്മുടെ കമ്പൈലേഷൻ വീഡിയോസ് ഒക്കെ എടുത്തു കഴിഞ്ഞാലും ആർസണലിന്റെ അങ്ങനത്തെ വീഡിയോസ് ആയിരിക്കും കൂടുതൽ. ആ ബ്യൂട്ടി ഓഫ് ദ ഗെയിം എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തൊരു ക്ലബായിട്ട് കൺസിഡർ ചെയ്യുന്നു. അപ്പം ഈവൺ മോർ ഫാൻസ് കൂടത്തേ ഉള്ളൂ നമ്മുടെ ക്ലബിന്. ഒരിക്കലും ഇതാവില്ല. കപ്പ് ഇസ് നോട്ട് ഡിഫൈനിങ് എ ക്ലബ്, ദ വേ ദേ പ്ലേ ഇറ്റ് എന്നാണ് എപ്പോഴും പറയാറ്. അപ്പൊ സോ അങ്ങനെ ആയിരിക്കണം കൂടുതൽ ഫാൻസ് ഇങ്ങനെ കയറുന്നത്. ദാറ്റ് ഡസ് നോട്ട് മീൻ നമ്മൾ കപ്പ് അടിക്കരുതെന്നല്ല, കപ്പ് ഇനിയും അടിക്കണം, ഇനി കുറെ കപ്പുകൾ അടിക്കണം. ആർസണൽ ഹ്യൂജ് ക്ലബ്ബാണ്. നമ്മൾ സപ്പോർട്ട് ചെയ്താലും ഇല്ലെങ്കിൽ ആർസണൽ ഒരു ഹ്യൂജ് ക്ലബ്ബാണ് പണ്ട് തൊട്ട്. എത്ര വർഷങ്ങളായിട്ടുള്ള എത്ര ഡൊമസ്റ്റിക് ലീഗ്സിൽ ഏറ്റവും 13 ലീഗ് ടൈറ്റിൽസ് ഒക്കെ നമ്മുടെ പേരിൽ ഓൾറെഡി ഉള്ള ഒരു ക്ലബ്ബാണ്. പക്ഷെ നമ്മൾ ആസ് എ സച്ച് നമ്മൾ ഫോളോ ചെയ്തപ്പോൾ തൊട്ട്, ഞാൻ പേഴ്സണലി ഫോളോ ചെയ്തപ്പോൾ തൊട്ടൊരു സക്സസ്, ഓവർലി ഹ്യൂജ് സക്സസ് ഒന്നും കാണാൻ പറ്റിയിട്ടില്ല. ഒരു മീഡിയോക്കർ ആവറേജ് ടോപ്പ് 4 ടീമായിട്ട് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ.
പക്ഷെ അതിൽ നിന്നൊരു ഉയർത്തെഴുന്നേറ്റ് നമ്മളൊരു കഴിഞ്ഞ 2-3 വർഷമായിട്ട് നമ്മൾ ആ പ്രോഗ്രസ് കണ്ടതിന്റെ ഒരു ഭയങ്കര സന്തോഷമുണ്ട്. അപ്പം കഴിഞ്ഞ സീസണിന്റെ ഒബ്ജക്റ്റീവില് ഞാൻ പറഞ്ഞിരുന്നു ലീഗ് അടിക്കുമെന്ന് തന്നെയായിരുന്നു എന്റെ ഒരു വിശ്വാസം. പക്ഷെ നമുക്കറിയാം നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നത് ഒരു മാഞ്ചസ്റ്റർ സിറ്റി ഒരു എന്താ പറയാ ജൈന്റ് ആയിട്ടുള്ള ഒരു ക്ലബ്ബ് കേട്ടോ. അവിടെ ക്ലബിനപ്പുറം ക്ലബിന് മുകളിൽ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കോച്ച് ഉണ്ട് അവിടെ, പെപ് ഗാർഡിയോള. അപ്പൊ അതാണ് മാൻ സിറ്റി എന്നുള്ള ക്ലബിനെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയ എപ്പിറ്റമി. അതല്ലാതെ ക്ലബ്ബ് ഹിസ്റ്റോറിക്കലി വലിയ ക്ലബ്ബ് അങ്ങനെയല്ല. പെപ് ഗാർഡിയോള എന്ന് പറഞ്ഞ ആളെ നമുക്ക് ക്രോസ് ചെയ്യണമെങ്കിൽ വി നീഡ് സംതിങ് എക്സ്. അപ്പൊ എന്നെ പേഴ്സണലി സീസൺ എക്സ്പെക്ടേഷനിൽ പ്രീമിയർ ലീഗ് ജയിക്കണം എന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം. കറന്റ് സീസണിൽ. ഓക്കെ, അപ്പം ടോപ്പ് 4 എക്സ്പെക്ടേഷൻസ് എന്താണ് അരുണ്ട്? ടോപ്പ് ഫോർ എക്സ്പെക്ടേഷൻ ഒരു ഭയങ്കര ടഫാണ്. കാരണം നമുക്ക് ഞാൻ ഒരു നമ്മള് ബയസ്ഡ് ആയിട്ട് തന്നെ പറയും, ഫസ്റ്റ് എന്തായാലും ആർസണൽ ടോപ്പ് ചാമ്പ്യൻസ് എന്നുള്ള രീതിയിൽ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നുള്ളൂ. പക്ഷെ ഈ സീസൺ ഞാൻ ഈ സീസൺ പേടിക്കണ്ട. അതെ, അങ്ങനെ തന്നെ ആവട്ടെ. സെക്കൻഡ് മാൻ സിറ്റി, പിന്നെ തേർഡ് ഫോർത്ത് ഈ സീസൺ ഭയങ്കര ടഫാണ് ആക്ച്വലി. കാരണം എന്താ പറഞ്ഞാൽ ലിവർപൂളിൽ പുതിയൊരു ആർനെ സ്ലോട്ട് എന്ന് പറഞ്ഞൊരു കോച്ച് വന്നു. പിന്നെ എന്റെ ഇവിടെ ജസ്റ്റ് ഇന്ററപ്റ്റ് ചെയ്യണം, മറ്റേ എന്താ അരുൺ പറഞ്ഞില്ല ഇപ്പൊ മാഞ്ചസ്റ്റർ സിറ്റി സ്റ്റിൽ ഇൻ സെക്കൻഡ് എന്ന് പറയുന്നത്. ഡു യു സ്റ്റിൽ ബിലീവ് അവർ സെക്കൻഡ് ഫിനിഷ് ചെയ്യുന്നത്? ബട്ട് എന്റെ എക്സ്പെക്ടേഷൻ ദേ ആർ നോട്ട്, ദേ മൈറ്റ് ഗോ ഡൗൺ ടു 3. അതാണ് എന്റെ ഒരു ഞാന് ആ ഒരു കേസില് സിറ്റി എന്ന് പറയുന്ന ഒരു ക്ലബ്ബ് ഞാൻ പറഞ്ഞില്ലേ, അവർക്ക് ഇപ്പോൾ ഉള്ള ഒരു മെന്റാലിറ്റി ഉണ്ട്. ഞാൻ ഇപ്പോഴും ചില പോയിന്റിൽ നമുക്കൊരു 10 പോയിന്റ് ലീഡ് ഉണ്ടെങ്കിൽ എനിക്കൊരു പേടി ഉണ്ടാവും. ബ്രോയ്ക്ക് പേടി ഉണ്ടാവും എനിക്കറിയാം. ഞാൻ അപ്പോഴും പേടിച്ചിട്ടേ ഓരോ കളിയും കാണുള്ളൂ. കാരണം വി നോ പെപ് ഗാർഡിയോള ഇസ് മാനേജിങ് ദാറ്റ് ടീം. അപ്പം നമുക്ക് എപ്പോഴും ഒരു പേടി എന്തായാലും കാണും. ലീഗ് അടിച്ച് പേര് എഴുതുന്നവരെ എന്നെ സംബന്ധിച്ച് എനിക്ക് ടെൻഷൻ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാം ഒരു സെക്കൻഡ് വരും എന്നുള്ളതാണ് എന്റെ ഒരു കാഴ്ചപ്പാട്. പക്ഷെ കാരണം ആസ്റ്റൺ വില്ല സ്ട്രോങ് ആണ്, അങ്ങനെ ഒരു ലിവർപൂളും സ്ട്രോങ് ആണ്. പക്ഷെ മാനേജ്മെന്റ് എങ്ങനെയാണെന്ന് അറിയില്ല, നോക്കാം. നമ്മുടെ ഉറ്റ എതിരാളികളെ പറ്റി എന്താണ് പറയാനുള്ളത്? ടോട്ടനം അവരൊരു ബിൽഡിംഗ് ഫേസ് ആണ്. അവരങ്ങനെ ഒരു വലിയ ഇമ്പാക്ട് കൊണ്ടുവരാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ടോപ്പ് 4 ഓഫ്കോഴ്സ് ടോപ്പ് 4 റേസിൽ അവർ ഉണ്ടായിരിക്കും. ടോപ്പ് 3 ഫിനിഷ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവര് മാക്സിമം 4th ആയിരിക്കും. എങ്ങനെ വേണമെങ്കിലും തിരിഞ്ഞു വരാം. പക്ഷെ നമുക്ക് എന്റെ ഒരു ഇപ്പോഴത്തെ അവരുടെ സ്ക്വാഡും ഇപ്പോഴത്തെ അവർ കളിക്കുന്ന രീതി വെച്ചിട്ട് എനിക്ക് തോന്നുന്നു മാക്സിമം ടോപ്പ് 4 ആണ്. അതിന് മേളില് അവർക്ക് മേ ബി ഒരു ഡൊമസ്റ്റിക് ട്രോഫീസ് എന്തെങ്കിലും ജയിക്കണമെങ്കിൽ ജയിക്കാം. പേഴ്സണലി നമുക്ക് ഇഷ്ടമല്ല അവര് ഉണ്ടാകുന്നത് പോലും നമുക്ക് ഇഷ്ടമല്ല. ബട്ട് ആസ് എ ന്യൂട്രൽ ഫാൻ നമ്മള് ആലോചിക്കുമ്പം ദേ ഷുഡ് കമ്പീറ്റ് ഫോർ ടോപ്പ് 4 ആൻഡ് വിൻ എ ഡൊമസ്റ്റിക് ട്രോഫി. അപ്പം ഞാൻ അതിലേക്ക് നമുക്ക് സ്പേഴ്സ് ഡിസ്കഷനിലേക്ക് ഞാൻ അധികം ചോദിച്ചെന്നേ ഉള്ളൂ, അവരെ എത്രത്തോളം ഒരു അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നു അവോയ്ഡ് ചെയ്യാം. സോ നമുക്ക് ബാക്ക് ടു ആർസണൽ ഇപ്പം ലെറ്റ്സ് സേ സൈനിങ്സ് കണ്ടായിരുന്നല്ലോ, ലൈക് കാൽഫ്ലിയോറി. സോ ജസ്റ്റ് കുറച്ചു മുന്നേ ഒരു അപ്ഡേറ്റ് വന്നു, 29 million എന്തോ ഇറ്റ്സ് ഓൾമോസ്റ്റ് ഡൺ ഡീൽ ഫോർ മെറീനോ എന്നായി. ആൻഡ് ഹേർഡ് പല ട്വിറ്ററിൽ ഇപ്പൊ ഞാൻ കാണുന്ന ന്യൂസ്, there are 2-3 more signings that can be expected എന്ന് കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല ഓൾമോസ്റ്റ് സീസണിന്റെ മറ്റേ ട്രാൻസ്ഫർ വിൻഡോ കഴിയാറായതുകൊണ്ട് ഐ ഡോണ്ട് എക്സ്പെക്ട് മോർ സൈനിങ്സ്. ഔട്ട് ഗോയിങ്സ് ഉണ്ടാവുമായിരിക്കാം, ഇൻകമിങ്സ് തോന്നുന്നില്ല. വാട്ട് ഡു യു ഫീൽ? കാൽഫ്ലിയോറി പ്രീ സീസണിൽ കണ്ടായിരുന്നല്ലോ, ഹി പ്ലേഡ് 20-25 മിനിറ്റ്സ് കളിച്ചു. ജൂറിയൻ ടിംബർ നമ്മൾ കാണാൻ പറ്റില്ല അൺഫോർച്ചുനേറ്റ്ലി ഇതുവരെയായിട്ടും. മെറിനോ ഇനി എക്സ്പെക്ട് ചെയ്യണം. സോ കാൽഫ്ലിയോറി, വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ഹിം ആസ് എ പ്ലെയർ? അടിപൊളി പ്ലെയർ ആണ്. പിന്നെ ഞാൻ അതിന് എതിരല്ല. കാരണം ഡിഫെൻസീവ്ലി ആർട്ടേറ്റ എത്ര സ്റ്റാക്ക് ചെയ്യാൻ പറ്റുമോ അത്ര സ്റ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം പുള്ളിക്കറിയാം നമ്മുടെ മേജർ 3 പ്ലേയേഴ്സ് ആണ്, സലീബ, ഗബ്രിയൽ, പിന്നെ ബെൻ വൈറ്റ്. ഈ 3 പേരാണ് നമ്മുടെ സത്യം പറഞ്ഞാൽ ഡിഫെൻസീവ്ലി കൺസിസ്റ്റന്റ് ആയിട്ട് ഇഞ്ചറി റെക്കോർഡ്സ് ആണെങ്കിലും കളിക്കുന്നതാണെങ്കിലും ഒരു മിനിമം 7 to 8 out of 10 തരുന്ന 3 പ്ലേയേഴ്സ് അവര്. അവർക്ക് എന്തെങ്കിലും രീതിയിൽ ഒരു മൈനർ ഇഞ്ചറി വന്നു കഴിഞ്ഞാൽ അത് കവറപ്പ് ചെയ്യാൻ നമുക്ക് ഡിഫൻസ് ഇല്ലെങ്കിൽ നമുക്കറിയാം 22-23 സീസണിൽ നമ്മള് സലീബയുടെ ഒരു ഇഞ്ചറി കാരണമാണ് അല്ലെങ്കിൽ ആ സീസൺ എനിക്ക് ഷുവർ ആയിരുന്നു ലീഗ് നമ്മൾ അടിച്ച ലീഗ് കാണുന്നത്.
ഡിഫൻസീവ്ലി വീക്കായി. ഇതുപോലെയായിരുന്നു. നമുക്ക് കഴിഞ്ഞ 2 സീസൺ മുന്നേ നമ്മൾ സെക്കൻഡ് ഫിനിഷ് ചെയ്തതും അതിന് മുന്നത്തെ സീസൺ 5th ഫിനിഷ് ചെയ്തതും ഒരു ഇൻഡിവിജ്വൽ പ്ലെയർ മിസ്സിംഗ് ആയതിന്റെ സിറ്റുവേഷൻ ആണ്. സോ ഇപ്പം എനിക്ക് എസ്പെഷ്യലി ആ സീസൺ സെക്കൻഡ് ഫിനിഷ് ആയ സീസൺ നമ്മള് സലീബൻ ടോമിയാസ് ഒരു മാച്ചിൽ തന്നെ ഇഞ്ചറി ആയി പോയി. ടോമിയാസ് എങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ആ ലീഗ് ജയിക്കാം. പക്ഷെ ഇപ്പം ഏറ്റവും അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്കിപ്പം തോന്നിയത് എന്ന് പറഞ്ഞാൽ ഹൈറ്റ്. ആർസണൽ പ്ലേയേഴ്സ് ഫുൾ ഹൈറ്റ് ബിൽഡ് ചെയ്തിട്ടൊരു ടീം. അതെ, ഫിസിക്കാലിറ്റി ഭയങ്കര, ഫിസിക്കൽ പ്രസൻസ് നമുക്കിപ്പം ലിറ്ററലി കാണാം. എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, പക്ഷെ എനിക്ക് ബ്രോയ്ക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം 2003 തൊട്ട് കാണുന്നവർക്ക് റിലേറ്റ് ചെയ്യാം. കാരണം റേഞ്ചില് ഇപ്പം നമ്മൾ ഇൻവിൻസിബിൾ സീസൺസ് നോക്കിക്കഴിഞ്ഞാൽ ആ സമയത്ത് പ്ലേയേഴ്സിന് ഹൈറ്റ് അഡ്വാൻറ്റേജ് ഉണ്ട്. പിന്നെ ഇറ്റ് വാസ് എ ഡ്രോപ്പ് ഡൗൺ. എല്ലാ പ്ലേയേഴ്സും നമ്മുടെ അന്നത്തെ പ്ലേയേഴ്സിനെ കാണുമ്പോൾ ഒരു പേടിയുണ്ടായിരുന്നു അല്ലെ? നമുക്ക് ഓപ്പോസിഷന് കാണുമ്പോൾ ഒരു ഇതുണ്ടാവും, ഇന്റിമിഡേറ്റിംഗ് ഫീലിംഗ്. ഡിഫൻസ് ആണെങ്കിലും നമ്മുടെ ഒരു പ്ലെയറിനും തട്ടിയിട്ട് കഴിഞ്ഞാൽ ആള് വീണു. അവനൊരു ഫിസിക്കൽ സ്ട്രെങ്ത് ഇല്ലായിരുന്നു. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഹൈറ്റ് അഡ്വാൻറ്റേജ് ഉണ്ട്. ഇപ്പം നമ്മുടെ ലാസ്റ്റ് സീസൺ ഗെയിം കണ്ടു കഴിഞ്ഞാൽ തന്നെ 2 ഗോൾ ഹെഡർ ആയിരുന്നു. ഫസ്റ്റ് 2 ഗോൾസ് അതും നമ്മുടെ 2 ഗോൾ. കഴിഞ്ഞ സീസൺ ആണെങ്കിൽ തന്നെ ഗബ്രിയേൽ എന്തോരം ഹെഡർ വെച്ച് ഗോൾ അടിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം. അതുപോലെ സലീബയുടെ ഫസ്റ്റ് ബോൾ വിന്നിങ് ഹെഡേഴ്സും ഡിഫൻസീവ് ബാക്ക് ലൈൻ. ഇപ്പം മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഇഫ് സലീബ ഗോസ് ഫ്രണ്ട്, ഗബ്രിയേൽ ഇസ് അറ്റ് ദ ബാക്ക്, അത് ഫിക്സഡ് ആണ്. അതേ അവര് സ്വിച്ച് ചെയ്യും. സലീബ മിസ്റ്റേക്ക് ചെയ്താലും റിക്കവർ ചെയ്യുന്നുണ്ട്. പണ്ടിപ്പോ റിക്കവർ പറ്റുന്നില്ലായിരുന്നു. അൺഎക്സ്പെക്ടഡ് റിക്കവറീസ് ഒക്കെ കഴിഞ്ഞ സീസൺ നമ്മൾ കുറെ കണ്ടായിരുന്നു വിതൗട്ട് എനി ഫൗൾ. അതാണ് മേജർ അഡ്വാൻറ്റേജ് ഞാൻ കാണുന്നത്. പ്ലസ് ബാക്ക് കറന്റ് സിറ്റുവേഷനിൽ എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ മൈറ്റ് ഹാപ്പൻ ബാക്ക് 3 ആവാൻ ചാൻസ് ഉണ്ട് വിത്ത് ഗബ്രിയേൽ ഇൻ ദ സെന്റർ, സലീബ ആൻഡ് കാൽഫ്ലിയോറി. സിറ്റുവേഷൻ ഡിപ്പെൻഡ് ചെയ്യുമായിരിക്കാം. ഫ്ലെക്സിബിൾ ആണ്. ടോമിയാസും ഉണ്ട്, അതും പറഞ്ഞ് ബെൻ വൈറ്റ് നമുക്ക് പുറത്തിരുത്താനും പറ്റില്ല. സോ കുറെ പോസിബിലിറ്റി ബാക്ക് ലൈനുണ്ട്. കാരണം പല പോസിബിലിറ്റീസ് ഉണ്ട്. അതെ, പല പോസിബിലിറ്റി. കാൽഫ്ലിയോറി ലെഫ്റ്റ് ബാക്ക് കളിക്കാം, ഹി ക്യാൻ പ്ലേ സെന്റർ ബാക്ക് ആസ് വെൽ. അപ്പം അങ്ങനെ കുറെ ഉള്ളതുകൊണ്ട് നല്ല അഡ്വാൻറ്റേജ് ഉണ്ട്. സോ ബാക്ക് ലൈൻ ഐ എം നോട്ട് അറ്റ് ഓൾ അഫ്രൈഡ് അബൌട്ട് ഇറ്റ്. സോ വാട്ട് ഡു യു ലൈക്ക്? ഐ യൂസ് എന്താ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്? എന്റെ ബാക്ക് ലൈൻ മിസ്റ്റേക്സോ അങ്ങനെ എന്തെങ്കിലും പേടിയുണ്ടോ ബാക്ക് ലൈൻ? ഇല്ല, ഞാൻ പറയാം, കഴിഞ്ഞ സീസൺ തൊട്ട് നമുക്ക് ഗോൾ കീപ്പർ ബോൾ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ടെൻഷൻ ഇല്ല. നമുക്കൊരു സമയം ഓർമ്മയുണ്ടല്ലോ, നമ്മുടെ നെഞ്ചൊക്കെ കത്തുമായിരുന്നു. മുസ്താഫിയും സൊക്രാറ്റിസും ഒക്കെ ഉണ്ടായിരുന്നു ഡിഫൻസീവ് സ്ട്രക്ചർ ആയിരുന്നപ്പം. നമുക്ക് ബോൾ ബാക്കിലോട്ട് പോകുമ്പോൾ തന്നെ അറിയാം അവിടെ ഒരു ഹാഫ് ചാൻസ് ക്രിയേറ്റഡ് ആയി തന്നെ നമുക്ക് അതിനപ്പം പറയാം. അതാണ്. പക്ഷെ ഇപ്പോ നമുക്ക് കിട്ടുന്ന അത് എസ്പെഷ്യലി എനിക്ക് ആ 2022 സീസൺ തൊട്ടാണ് അങ്ങനെ ഒരു സെക്യൂർ ഫീലിംഗ് വന്നു തുടങ്ങിയത്. ഡിഫെൻസീവ്ലി നമ്മൾ ഭയങ്കര സെക്യൂർ ആണ്. ഓൺ മിസ്റ്റേക്സ് കാരണം ഗോൾ പോകുന്നതാണ് കൂടുതൽ. അതായത് വരുത്തി വെക്കുന്ന ഗോൾസ് ഉള്ളു. അതിൽ ടാക്ടിക്കലി ഭയങ്കര കോമ്പാക്ട് ഡിഫൻസ് ആണ്. എല്ലാം പ്രോപ്പർ ആയിട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ജസ്റ്റ് നമ്മളെന്താ പറയാ, മര്യാദക്ക് കളിച്ചാൽ മതി. അതെ, മര്യാദക്ക്. ഓക്കെ, ബാക്ക് ലൈനിനെ പറ്റി നമ്മൾ സംസാരിച്ചു. ലൈക്ക് ഗോൾ കീപ്പർ ഡേവിഡ് റായ ഫിക്സഡ് ആയി. ലൈക്ക് റാംസ്ഡെയിൽ മൈറ്റ് ഗോ എന്നൊരു ന്യൂസ് കേൾക്കുന്നുണ്ട്. സോ ദാറ്റ് ഈസ് അവർ ബാക്ക്. ലൈക്ക് സോ വാട്ട് ഈസ് യുവർ എക്സ്പെക്ടേഷൻ ഓഫ് അവർ ബാക്ക് ഫോർ? എങ്ങനെയായിരിക്കും? ബാക്ക് 4, ബാക്ക് 5 ഇൻക്ലൂഡിംഗ് ഗോൾ കീപ്പർ. ബാക്ക് 3 ആണ് ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാണ്? ഞാൻ ബാക്ക് 4 നമുക്ക് ഫോർമേഷൻ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് ചിലപ്പോൾ 4 വെച്ച് തന്നെ ആയിരിക്കും. പക്ഷെ ഒരിക്കലും നിർബന്ധമില്ല. ഓൺ പ്രോഗ്രഷൻ നമ്മൾ അറ്റാക്ക് ചെയ്യുമ്പോൾ 2 ഡിഫൻഡറിനെ വെച്ചും ഡിഫെൻഡ് ചെയ്യുമ്പോൾ എന്താ പറയാ 5 പേരെ വെച്ചൊക്കെയാണ് ഡിഫെൻഡ്. അപ്പൊ നമ്മൾ പല രീതിയിൽ ടാക്ടിക്സ് മാറ്റിയാണ് ആർട്ടറ്റ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒരു കളി തന്നെ ഞാൻ പല വീഡിയോസിൽ കണ്ട ടാക്ടിക്കൽ അനാലിസിസ് പറയുമ്പോൾ പല ഫോർമേഷൻസ് ആണ് ഒരു പാസേജ് ഓഫ് പ്ലേ തന്നെ കാണാൻ പറ്റുന്നത്. അപ്പം അത് ഓപ്പോസിഷനെ സംബന്ധിച്ച് ഭയങ്കര കൺഫ്യൂസിങ് ആയിരിക്കും. എസ്പെഷ്യലി സിൻചെങ്കോ കളിക്കുന്ന കളികൾ. കാരണം സിൻചെങ്കോ കളിക്കുന്ന മാച്ചസ് എല്ലാം പുള്ളി ഇൻവേർട്ട് ചെയ്ത് മിഡ്ഫീൽഡിലോട്ട് കയറും. അപ്പൊ തന്നെ ഓപ്പോസിഷൻ ആകെ കൺഫ്യൂസ്ഡ് ആണ്. കാരണം ഒരു പ്ലെയർ എപ്പോഴും അവൈലബിൾ ആയിരിക്കും.
അപ്പം നല്ല ടെക്നിക് ഉള്ള ഒരു പ്ലെയർ സിൻചെങ്കോനെ പോലെ പ്ലെയർ ആകുമ്പോൾ നമുക്ക് ചാൻസസ് ആർ ഓൾവേസ് ഹൈ. സോ ഓൺ പേപ്പർ 4 ആയിരിക്കും, പക്ഷെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല ഏതാണ് കറക്റ്റ്, എത്ര പേര് കാണും, അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. എക്സ്പെക്ടഡ് ലൈനപ്പ് നമുക്ക് പിന്നെ നോക്കാം, റൂൾസിന്റെ കളിയുടെ ആ ഒരു റേഞ്ച് വരുമ്പോൾ. ലൈക്ക് വാട്ട് ഡു യു തിങ്ക് അബൌട്ട് മിഡ്ഫീൽഡ്? എന്താണ് മിഡ്ഫീൽഡ് മിഡ്ഫീൽഡിന് റിയലി ഗുഡ് എന്ന് തന്നെ പറയാം. ബട്ട് അറ്റ് ദ സെയിം ടൈം പാർട്ടയുടെ ഒരു എന്താ പറയാ, എനിക്ക് പാർട്ടയുടെ ഈ സീസണിലെ അത്ലറ്റിസം എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാവും. പുള്ളി നല്ല അജയിലായിട്ടാണ് ഓടുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലോണം ഓടാൻ പറ്റിയ സെറ്റാണ്, മിഡ്ഫീൽഡ് സെറ്റാണ്. പാർട്ടേ, റൈസ്, ഓഡഗാർഡ് ഈസ് ദ ബെസ്റ്റ് മിഡ്ഫീൽഡ്. സിറ്റിയുടെ മിഡ്ഫീൽഡുമായിട്ട് നമുക്ക് ബാർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മിഡ്ഫീൽഡ് തന്നെ കിട്ടും. ടോപ്പ് മിഡ്ഫീൽഡ് തന്നെയാണ്. പക്ഷെ പാർട്ടയുടെ ഇഞ്ചറി ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇപ്പൊ നമ്മള് മെറീനോനെ, അതുകൊണ്ട് തന്നെ ഹൈ ലിങ്ക്സ് ഉണ്ട്. മെറീനോ മിക്കവാറും ഡീലാവാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പം മെറീനോ വരുമ്പോഴത്തേക്ക് മിക്കവാറും ആ മിഡ്ഫീൽഡ് കുറച്ചൊന്ന് സ്ട്രോങ് ആവും, സ്റ്റേബിൾ ആവും. നമുക്ക് ആ ജാക്കയുടെ ഒരു പൊസിഷനെ റീപ്ലേസ് ചെയ്യാൻ മെറീനോ ഇപ്പൊ വരുന്നു. ഹാവേർട്സ് ഇൻ മിഡ്ഫീൽഡ് എന്താണ് തോട്ട്? മിഡ്ഫീൽഡ് ഞാൻ ഹാവേർട്സ് ഇൻ മിഡ്ഫീൽഡ് കഴിഞ്ഞ സീസൺ അത് ഒട്ടും വർക്കായിട്ടില്ല. ഈ സീസൺ എനിക്കത് കാലിഫിയോറി ഒക്കെ വരുവാണെങ്കിൽ, കാലിഫിയോറി പോലുള്ള പ്ലെയർ ഒക്കെ കളിക്കുവാണെങ്കിൽ ഹാവേർട്സ് ഇൻ മിഡ്ഫീൽഡ് വർക്കാവും ഇൻ ദ സെൻസ് പുള്ളി മിഡിലല്ല കളിക്കുന്നത്. ഹാവേർട്സ് മിഡിൽ സ്റ്റാർട്ട് ചെയ്താലും കളിക്കുമ്പോൾ സെക്കൻഡ് സ്ട്രൈക്കർ അല്ലെങ്കിൽ ആ ഒരു സ്ട്രൈക്കർ പൊസിഷനോട് മൂവ് ചെയ്താണ് കളിക്കുന്നത്. പുള്ളി സ്ട്രൈക്കർ പൊസിഷൻ കളിച്ചാൽ അടിപൊളിയായിരിക്കും. ഓക്കെ, അപ്പം ആ ഒരു മിഡ്ഫീൽഡ് എന്ന സാധനം ഇപ്പം നോക്കണ്ട എന്നാണോ അരുണിന്റെ ഒരു, ലൈക്ക് ഹാവേർട്സ് ഇൻ ദ മിഡ്ഫീൽഡ് ഇസ് നോട്ട് യെറ്റ് പ്രൂവൺ? നോ, ക്ലിയർ അല്ലേ, നമ്മൾ എത്ര മാച്ചസ് കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ കഴിഞ്ഞ ലെവർകൂസനുമായിട്ടും ലിയോണുമായിട്ടൊക്കെ കളിച്ചപ്പോഴും പുള്ളി എനിക്കൊന്ന് മിഡിലായിരുന്നു കളിച്ചത്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ മിഡിലാന്ന് തോന്നുന്നു. ഏതോ ഒരു 1-2 കളി മിഡിൽ കളിച്ചു. ലിവർപൂൾ ആയിട്ടുള്ള കളി മിഡിലായിരുന്നു കളിച്ചത്. പക്ഷെ അതും ആ കളി ബോറായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞുള്ള 2 കളി പുള്ളി സൂപ്പർ ആയിട്ട് തന്നെയാണ് കളിച്ചത്. ഏറ്റവും മറ്റേ എനിക്ക് ഹാവേർട്സിന്റെ ഈ ജസ്റ്റ് പ്രീ സീസൺ വെച്ചിട്ട് മാത്രം പറയുവാണെങ്കിൽ തന്നെ, അല്ലെങ്കിൽ ലാസ്റ്റ് സീസൺ വെച്ച് നോക്കുവാണെങ്കിൽ ആളുടെ പൊസിഷനിങ് ഏത് സിറ്റുവേഷനിലെത്തും. പക്ഷെ ഏറ്റവും വലിയ ഡ്രോബാക്ക് എന്തെന്ന് പറഞ്ഞാൽ, ആ പൊസിഷനിൽ എത്തിയിട്ട് ആ ഫൈനൽ ബോൾ ടു ദ ഗോൾ പോസ്റ്റ്, അതാണ് ഒരു മിസ് ചെയ്ത് കളയുന്നു, അല്ലെങ്കിൽ ഷോട്ടിന് പവർ ഇല്ല, അല്ലെങ്കിൽ ആ ഷോട്ടിന്റെ ഒരു മറ്റേ ഫിനിഷിംഗ് ടച്ച് കറക്റ്റ് ആയിട്ട് വരുന്നില്ല, അങ്ങനത്തെ സീൻ കണ്ടുള്ളൂ. പക്ഷെ ഹീസ് ദേർ കറക്റ്റ് പൊസിഷൻസ്. ആള് കളിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ തോന്നും അയ്യോ എനിക്ക് വയ്യ, ഞാൻ കളിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള ഒരു മെന്റാലിറ്റിയിലായിരിക്കും ഗ്രൗണ്ടിൽ ഇറങ്ങുക. മെന്റാലിറ്റി അല്ല, കാണുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നും. ബട്ട് എല്ലാ മിഡ്ഫീൽഡ് ഏരിയയിലോ നമ്മുടെ അറ്റാക്കിംഗ് ഏരിയയിലോ പുള്ളി ഉണ്ടാവും. ദെയർ വിൽ ബി സം കൈൻഡ് ഓഫ് എ ലിങ്ക്. നമ്മുടെ ആ ഗോൾ സ്കോർ ചെയ്യുമ്പം ലൈക്ക് ഓഡേഗാർഡ് ഹി ഹാസ് സം പാർട്ട് ഇൻ ഇറ്റ് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇപ്പൊ ഈ റീസെന്റ് വന്ന ഒരു ഗോൾ ഇല്ലായിരുന്നോ, ലൈക്ക് ആരാണ് ഫേക്ക് ചെയ്തത്? ഒഡേഗാർഡിനാണോ ഗോൾ കൊടുത്തത്? ഇപ്പം നമ്മുടെ റീസെന്റ് ഒരു ഗെയിം നടന്നില്ലായിരുന്നു, ലിയോൺ ആയിട്ടാന്ന് തോന്നുന്നു. നമ്മളൊരു പ്ലെയർ ട്രൊസാർഡ് ഫേക്ക് ചെയ്തിട്ട് ഒഡേഗാർഡ് എങ്ങാണ്ട് അടിച്ചതോ, ട്രൊസാർഡ്, ലൈക്ക് ഐ ഡോണ്ട് റിമെമ്പർ. അത് ലെവർകൂസനായിട്ട് ട്രൊസാർഡ് ഫേക്ക് ചെയ്തു സിൻചെങ്കോ ഗോൾ അടിച്ചതാണോ? അതെ, സിൻചെങ്കോ, അത് തന്നെ, സിൻചെങ്കോ ഗോൾ. ഹാവേർട്സിന്റെ പാസ് ആയിരുന്നു. അതെ, ഹാവേർട്സിന്റെ മൂവ്മെന്റ്, ആ മൂവ്മെന്റ് ഭയങ്കര അടിപൊളിയായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹി ഷുഡ് പെർഫോം വെരി വെൽ ദിസ് സീസൺ. ലൈക്ക് ലാസ്റ്റ് സീസൺ വന്നു, ഹി ഗേവ് ഹിസ് ബെസ്റ്റ് ആസ് ലൈക്ക് ടു ആർസണൽ ഇൻ ഹിസ് ഫസ്റ്റ് സീസൺ. നമുക്കൊരു ടീമായിട്ട് സെറ്റ് ആകുമ്പോൾ 1 വർഷം മിനിമം എടുക്കുമല്ലോ. ആ ഒരു വർഷത്തിന്റെ പെർഫോമൻസ് ഒക്കെ അത് അവന്റെ ബെസ്റ്റ് ആയിരുന്നു ആ സീസണില്. പക്ഷെ ഹി ക്യാൻ ഇംപ്രൂവ് എ ലോട്ട് എന്ന് നോക്കാം, നമുക്കറിയാം. പിന്നെ വാട്ട് അബൌട്ട് മാർട്ടിനെല്ലി ആൻഡ് ട്രൊസാർഡ്? നമ്മുടെ വിങ്ങേഴ്സില് ആ ഒരു സൈഡ് നോക്കിക്കഴിഞ്ഞാൽ സൂപ്പർ ഡെപ്താ ആക്ച്വലി. മാർട്ടിനെല്ലിയും ട്രൊസാർഡും ഏകദേശം കട്ടക്ക്. കാരണം എന്താ പറഞ്ഞാൽ ഒരാൾക്ക് ഇല്ലാത്തത് മറ്റൊരാൾക്കുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. മാർട്ടിനെല്ലിക്ക് ഇല്ലാത്തൊരു കമ്പോഷർ ട്രൊസാർഡിനുണ്ട്, ട്രൊസാർഡിന് ഇല്ലാത്ത പേസ് മാർട്ടിനെല്ലിക്കുണ്ട്. ഇത് രണ്ടുമാണ്
അപ്പം അവിടെ നമുക്ക് രണ്ടുപേരും രണ്ട് രീതിയിൽ, അപ്പം പല ടീംസിന് ഇതിനെയും പല രീതി കളിക്കേണ്ടി വരുമ്പം ഇപ്പം നമുക്ക് ലോങ് ഇപ്പം പേസ് വേണ്ട കളിയിൽ മാർട്ടിനെല്ലിയും അല്ലാത്ത നമുക്ക് പൊസിഷൻ വേണ്ട കളിയിൽ ട്രൊസാർഡ് വേണം എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ ദേ ആർ ബോത്ത് ഈക്വലി ബ്രില്യൻറ്റ്. പക്ഷെ മാർട്ടിനെല്ലി ഓഫ് കോഴ്സ് ഏജ് കുറവാണ്ട് സീലിംഗ് ഹൈ ആണ്. ഫിനിഷിംഗ് ഒന്ന് ശരിയാക്കിയാൽ വിൽ ബി ടോപ്പ് ക്ലാസ്. പേഴ്സണലി പറയുകയാണെങ്കിൽ ലാസ്റ്റ് സീസണിൽ സെക്കൻഡ് ഹാഫ് ഓഫ് ദ സീസൺ ലൈക്ക് ലാസ്റ്റ് 10-12 ഗെയിംസിൽ മാർട്ടിനെല്ലിക്ക് ഒരു ഡിപ്പ് വന്നു എന്ന് എനിക്ക് ഒരു തോന്നിയായിരുന്നു. റീസൺ ബീങ് പേസ് ഉണ്ട്, ബോൾ കിട്ടുന്നുണ്ട്, അറ്റാക്ക് ചെയ്യുന്നുണ്ട്, ഫൈനൽ ഫിനിഷിംഗ് ഇല്ല, പിന്നെ ഡിലേ ഇൻ പാസിംഗ് ലൈക്ക് എല്ലാ റണ്ണും നടത്തിയിട്ട് ഒരു മില്ലി സെക്കൻഡ് മുന്നേ കൊടുക്കേണ്ട പാസ് ഒരു എക്സ്ട്രാ ടച്ച് എടുത്തിട്ട് പിന്നെ ആയിരിക്കും കൊടുക്കുന്ന പാസ്. മാർട്ടിനെല്ലിയുടെ ഈ ഒരു ഫോം ഡിപ്പിന് കാരണം എൽസിഎമ്മിന്റെ ഒരു അഭാവമാണെന്ന് തോന്നിയായിരുന്നു. അപ്പൊ ഷാക്ക് ആ പൊസിഷനിൽ ഇല്ലായിരുന്നു കഴിഞ്ഞ സീസൺ. അപ്പൊ ആ സീസൺ കഴിഞ്ഞ സീസൺ കൂടുതലും പറഞ്ഞ പോലെ ഹാവേർട്സ് അല്ലെങ്കിൽ റൈസ് ആണ് ആ പൊസിഷൻ കളിച്ചുകൊണ്ടിരുന്നത്, ഷാക്ക് ഉണ്ടായിരുന്ന പൊസിഷൻ. അപ്പൊ അതൊരു ഇമ്പാക്ട് അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിരിക്കും മാർട്ടിനെല്ലിക്ക്. പക്ഷെ അത് ഹാവേർട്സിനെ വെച്ച് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നടന്നില്ല. മേ ബി അതായിരിക്കാം. പക്ഷെ എനിക്ക് ബോള് കിട്ടുന്നില്ല അല്ലെങ്കിൽ അവന് കളിക്കാൻ പറ്റുന്നില്ല എന്നൊരു സിറ്റുവേഷൻ ആയിരുന്നു. നമുക്ക് എൽ സി എം ഇല്ല എന്നൊരു സിറ്റുവേഷൻ നമുക്ക് ഫിനിഷ് ചെയ്യേണ്ടത്. എൽ സി എം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു ചാൻസ് കിട്ടി, ഹി ഷുഡ് ഹാവ് ഫിനിഷ്ഡ് ഇറ്റ്. അത് ഫിനിഷ് ചെയ്യുന്നില്ല. ഈസി ചാൻസ് അത് ലൈക്ക് കറന്റ് സിറ്റുവേഷനിൽ മോസ്റ്റ് ആർസണൽ പ്ലേയേഴ്സ് ഈവൺ ഇഫ് വി സ്കോർഡ് 80 to 90 ഗോൾസ് ലാസ്റ്റ് സീസൺ നമുക്ക് ഇനിയും ഫിനിഷ് ചെയ്യായിരുന്നു. ലെറ്റ്സ് സേ ആ ഒരു സീസണിൽ 3 ഗെയിംസ് ഞാൻ പറയുള്ളൂ. 3 ഗെയിംസ് ഇൻ ഡിസംബർ, വെസ്റ്റ് ഹാം, പിന്നെ ഫുൾഹാം, പിന്നെ ഒരു ആസ്റ്റൺ വില്ല. ഈ 3 ഗെയിം ഡിഫൈൻഡ് അവർ സീസൺ ലാസ്റ്റ് സീസൺ. ബാക്കി എല്ലാ ഗെയിമും ഐ ഡോണ്ട് ഹാവ് എനി പ്രോബ്ലം, ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. ആസ്റ്റൺ വില്ലയുടെ ഗെയിം, വെസ്റ്റ് ഹാമും ഫുൾഹാമും, ഈ 3 ഗെയിംസ് ആണ് നമുക്ക് സത്യം പറഞ്ഞ ആ ഒരു ട്രോഫി മിസ്സായത്. അത് ആ ഗെയിമിൽ നമ്മൾ ചാൻസ് ക്രിയേറ്റ് ചെയ്യാനിട്ടല്ല, ഫിനിഷ് ചെയ്തിട്ടില്ല. എത്ര ചാൻസസ് നമ്മൾ ഫിനിഷ് ചെയ്തിട്ടില്ല. സ്റ്റിൽ ഹൈ റേഞ്ചിൽ നമ്മൾ ഗോൾസ് അടിച്ചു, വി ആർ കേപ്പബിൾ. പക്ഷെ ആ ഫിനിഷിംഗ് കൂടെ നമ്മൾ തീർത്തിരുന്നെങ്കിൽ ഇറ്റ് ഇസ് ഹൈ ടൈം നോ വൺ ക്യാൻ ടച്ച് എസ് എന്നൊരു സിറ്റുവേഷനിലോട്ട് പോകും എന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ലെറ്റ്സ് ഹോപ്പ് ദാറ്റ് ഈ സീസൺ അങ്ങനെ നമുക്ക് വേറെ പ്രശ്നം പ്രീമിയർ ലീഗിൽ നമുക്ക് അങ്ങനെ ഒരു ഇഷ്യൂസ് ഉണ്ടാവാണ്ട് നമുക്ക് മാക്സിമം ഔട്ട്പുട്ട് റേഷ്യോ കൂട്ടാൻ പറ്റട്ടെ. മൂവിങ് ഓൺ ടു ചാമ്പ്യൻസ് ലീഗ്. കഴിഞ്ഞ സീസൺ അറിയാം, നമ്മൾ ഒട്ട് വർഷങ്ങൾക്ക് ശേഷം ചാമ്പ്യൻസ് ലീഗിൽ എത്തിയിട്ട് എന്താ പറയാ ഒരു ഭയങ്കര ഒരു വല്ലാത്തൊരു ഫീൽ ആയിരുന്നു ചാമ്പ്യൻസ് ലീഗിന്റെ ആ ഒരു ക്വാർട്ടർ ഫൈനൽസും പ്രീ ക്വാർട്ടർ ഫൈനൽസും ഒക്കെ കാണാനും. അതിൽ എസ്പെഷ്യലി സാക്കയുടെ ഫസ്റ്റ് ഗോള് ആ മ്യൂണിച്ചിനെതിരെ അടിച്ച ഫസ്റ്റ് ഗോളിൽ നമുക്കുണ്ടായ ഒരു ഡോപ്പമീനും കാര്യങ്ങളുണ്ട്, നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഈ സീസൺ എന്താണ് ബ്രോയുടെ ഒരു എക്സ്പെക്ടേഷൻ എന്തായിരിക്കും ചാമ്പ്യൻസ് ലീഗിൽ? ചാമ്പ്യൻസ് ലീഗിൽ ഈ സീസൺ എന്റെ എക്സ്പെക്ടേഷൻ അറ്റ്ലീസ്റ്റ് ടു ബി എ സെമി ഫൈനലിസ്റ്റ് ഓർ ഫൈനലിസ്റ്റ്. വി ആർ കേപ്പബിൾ, നമുക്കത് പറ്റും. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെന്റാലിറ്റി ഇപ്പം പ്രീമിയർ ലീഗിലുണ്ട്. എവറി ആർസണൽ എന്ന് പറഞ്ഞാൽ ആ ഒരു നമ്മൾ സ്ട്രോങ് ആണ് എന്നൊരു കോൺഫിഡന്റ് ലെവലിൽ അവർ പ്രീമിയർ ലീഗിൽ കളിക്കുന്നുണ്ട്. ബട്ട് ലെറ്റ്സ് സേ വെൻ ഇറ്റ് കംസ് ടു ചാമ്പ്യൻസ് ലീഗ് നെർവ്സ് ഉണ്ട് എല്ലാ പ്ലേയേഴ്സിനും. ഇമോഷൻ വെച്ചിട്ടാണ് അവർ കൂടുതലും കളിക്കുന്നത്. ലൈക്ക് they are not എന്നല്ല, this is just a game എന്നല്ല, ചാമ്പ്യൻസ് ലീഗ് ഇറ്റ് ഇസ് ദ പ്രസ്റ്റീജിയസ് സ്റ്റേജ് എന്നും പറഞ്ഞിട്ട് ഇമോഷണലി അവര് ഇതായി കഴിഞ്ഞിട്ട് മിസ്സസും ഒരു ടെൻഷനും അങ്ങനത്തെ സിറ്റുവേഷൻസ് പലതും കണ്ടിട്ടുണ്ട്. അത് ഈ സീസണിൽ അവോയ്ഡ് ആയി കഴിഞ്ഞാൽ ടു ബി ഫെയർ സെമി ഫൈനലിസ്റ്റ് ഓർ ഫൈനലിസ്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അവിടെ റയൽ മാഡ്രിഡ് ഇസ് വെരി സ്ട്രോങ്. ബട്ട് ഹോപ്പ് നമ്മുടെ ടീമും ആ ലെവൽ മെയിൻറ്റെയിൻ ചെയ്തിട്ട് എത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. ബട്ട് റീസെന്റ് ഒരു ചാൻസസ് വന്നായിരുന്നു, ചാൻസസ് ഓഫ് വിന്നിങ് ചാമ്പ്യൻസ് ലീഗില്. റിയൽ മാഡ്രിഡ് ഫസ്റ്റ്, സെക്കൻഡ് മാൻ സിറ്റി, തേർഡ് ആർസണൽ ആണ്. ആർസണൽ കഴിഞ്ഞ സോ ഈവൻ ഓഡ്സ് ആർ സെയിങ് ദാറ്റ് വി ക്യാൻ ബി എ സെമി ഫൈനലിസ്റ്റ് ഓർ എ ഫൈനലിസ്റ്റ് അല്ലേ? എക്സ്പെക്ടിങ് ആ ഒരു എക്സ്പെക്ടേഷൻ, ആഗ്രഹമുണ്ട് ജയിക്കണമെന്ന്. പക്ഷെ ഐ എം നോട്ട് കീപ്പിംഗ് എ ഹൈ എക്സ്പെക്ടേഷൻ ഓഫ് വിന്നിങ് ചാമ്പ്യൻസ് ലീഗ് നൗ. ഇപ്പം എക്സ്പെക്ട് ചെയ്യുന്നത് പ്രീമിയർ ലീഗ് ട്രോഫി, മേ ബി ഒരു ഡൊമസ്റ്റിക് FA കപ്പ് ഓർ കറബാവോ കപ്പ്, പിന്നെ ചാമ്പ്യൻസ് ലീഗ് സെമി ഫൈനലിസ്റ്റ് ഓർ ഫൈനലിസ്റ്റ് ബെസ്റ്റ് സീസൺ ആകും വിത്ത് ഇൻ ദ ലാസ്റ്റ്
2 decades ബെസ്റ്റ് സീസൺ ആയിട്ട് കൺസിഡർ ചെയ്യാം അങ്ങനെ വന്നു കഴിഞ്ഞാൽ. ദാറ്റ് ഷുഡ് ബി ദ എയിം. ആർച്ചറ്റ് ഇപ്പം ഡബിൾ ആയിരിക്കണം അല്ലെ, ഒരു പ്രീമിയർ ലീഗ് ആൻഡ് ഡൊമസ്റ്റിക് ഒരു അല്ലെ? ഡബിൾ അത് മതി. ഡൊമസ്റ്റിക് ഇസ് ഫൈൻ. സെയിം എനിക്ക് അത് തന്നെയാണ്. കാരണം പ്രീമിയർ ലീഗ് നമുക്ക് അടിക്കണം. നമുക്ക് ലാസ്റ്റ് വരെ പോവാന്നുള്ളേ ഉള്ളൂ. നമുക്ക് ലീഗ് അടിക്കോ ഇല്ല എന്നുള്ള സ്റ്റിൽ നമുക്ക് അപ്പോഴും ജഡ്ജ് ചെയ്യാനൊന്നും പറ്റത്തില്ല. പക്ഷെ നമ്മളത് നമ്മൾ വിശ്വസിക്കുന്ന 100% നമുക്ക് വിശ്വാസമുണ്ട് നമ്മുടെ ടീമിലും മാനേജറിലും. ഇറ്റ്സ് അബൌട്ട് ദ സ്മോൾ തിങ്സ്. എന്താ പറയാ, ചെറിയ ലാപ്സ് ഓഫ് കോൺസെൻട്രേഷൻ ആണ് ചില മാച്ചസിലെ ചിലപ്പം ഒരു ട്രോഫി തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പോയേക്കാം. പക്ഷെ ഈ സീസൺ നമ്മൾ കുറച്ചുകൂടെ കോൺഫിഡന്റ് ആണ്. ചാമ്പ്യൻസ് ലീഗില് ഫൈനലാണ് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നത് നമുക്ക് എത്താൻ പറ്റുമെന്ന്. പിന്നെ അവിടുന്ന് എങ്ങനെ വേണമെങ്കിൽ പോവാം. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഹൗ വി പെർഫോം ഓർ ഹൗ വി മെന്റലി അതുമായിട്ട് നമ്മൾ എങ്ങനെ കോപ്പപ്പ് ചെയ്യുന്നുള്ളതാണ്. ഡൊമസ്റ്റിക്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ FA കപ്പ് ഓർ കാരബാവ് കപ്പ് മിനിമം എടുത്തേ പറ്റും. കാരണം ദാറ്റ് ഈസ് കാരബാവ് കപ്പ് എടുക്കുന്നതിന്റെ മേജർ റീസൺ ഇപ്പം പെപ്പൊക്കെ എപ്പോഴും അതിനെ ഫോക്കസ് ചെയ്യുന്നതിന്റെ ഒരു വലിയൊരു കാരണം എന്ന് പറഞ്ഞാൽ സീസണിന്റെ ഇടയ്ക്ക് വെച്ചാണ് ട്രോഫി കിട്ടുന്നത്. സീസണിന്റെ ഇടയ്ക്ക് വെച്ചൊരു ട്രോഫി കിട്ടുമ്പോൾ ഭയങ്കര ബൂസ്റ്റ് ആണ് പ്ലേയേഴ്സിന്. അപ്പൊ അവർക്ക് ഇനിയും വേണമെന്ന് തോന്നുന്നു. ഒട്ടും ഫോക്കസ് കൊടുക്കാത്ത, ഇപ്പൊ ആർസൻ വെങ്ങർ ഉള്ള കാലത്താണെങ്കിൽ പോലും ഒട്ടും ഫോക്കസ് കൊടുക്കാത്ത ഒരു കപ്പായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളതാണ്. സോ ഒരു ട്രൈ ഔട്ട് സെഷൻ പോലെ ആയിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് കാരബാവ് കപ്പ് ആർസണൽ പ്ലേയേഴ്സിന്. ഇപ്പം ആർസൻ വെങ്ങറിന്റെ കാലത്തായാൽ പോലും നമ്മുടെ യങ്സ്റ്റേഴ്സിന് ചാൻസ് കൊടുത്ത് അവരെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു ടൂർണമെന്റ് പോലെ അവരുടെ ട്രൈ ഔട്ട് പോലെ ഞാൻ കണ്ടിട്ടുള്ളൂ. ലൈക്ക് നെവർ ഫോക്കസ്ഡ് ഓൺ വിന്നിങ് ഇറ്റ്. ഈവൺ ഇപ്പം നമ്മളൊരു ക്വാർട്ടർ ഫൈനലിൽ എത്തിക്കഴിഞ്ഞാലും നമ്മുടെ ഫുൾ സ്ട്രോങ് ടീമിനെ ഇറക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. സോ കാരബാവോ കപ്പ് എക്സ്പെക്ട് ചെയ്യാം ഈ സീസൺ അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന്. ലൈക്ക് നമ്മുടെ ഇപ്പം സ്കെല്ലി, ഈത്തൻ എൻവെന്നേരി അമ്മാരൊക്കെ കയറി വരുന്നുണ്ട്. നല്ല ഫോക്കസ്ഡ് ആണ് അമ്മാരുടെ ഗെയിം ആണെങ്കിലും. ഇപ്പൊ ഒളിമ്പിക് ലിയോൺ ആയിട്ടാണെങ്കിലും ഞാൻ അത് തന്നെയായിരുന്നു കളി അടിപൊളിയായിരുന്നു വന്നത്. അപ്പൊ പ്രീ സീസൺ ഗെയിംസ് നമ്മൾ ഏകദേശം ഒരു 5 മാച്ച് നമ്മൾ മൊത്തം 4 മാച്ച് US ഒരു 3 മാച്ച്. ബോൺമത്ത്, യുണൈറ്റഡ്, ലിവർപൂൾ, പിന്നെ ലെവർകൂസൻ ആൻഡ് ലിയോൺ. അപ്പൊ 5 മാച്ച് നമ്മൾ കളിച്ചു. 5 മാച്ച്. അപ്പൊ അതിനെ കുറിച്ച് ചോദിക്കാൻ പോകുന്നത് എന്താണെന്ന്, അതിനെ കുറിച്ച് പ്രീ സീസൺ കണ്ടപ്പോ എന്താ തോന്നിയത്? എന്താ പുതുതായിട്ട് എന്താ സ്ക്വാഡിൽ തോന്നി? പുതുതായിട്ടെന്ന് പറഞ്ഞ യങ്സ്റ്റേഴ്സിന്റെ ഹൈലൈറ്റ് എൻവെന്നേരിയും മറ്റേ സ്കെല്ലിയുടെയും ആ ഒരു ഇൻവോൾവ്മെന്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതർ ദാൻ ദാറ്റ് ഗബ്രിയൽ ജെസൂസിന്റെ മോർ അറ്റാക്കിംഗ് ഫ്രണ്ട്, അവന്റെ ലൈക്ക് പൊസിഷനിങ്ങും ഫിനിഷിങ്ങും ഒന്ന് കേറി വന്നു. കമ്പയർഡ് ടു ദ ലാസ്റ്റ് സീസൺ കുറച്ച് മാറുന്നുണ്ട് എന്ന് തോന്നി. ബട്ട് ഐ എം നോട്ട് സ്റ്റിൽ വിത്ത് ഗബ്രിയൽ ജെസൂസ്. അവൻ എത്ര എഫേർട്ട് ഇട്ടിട്ട് ഫുൾ മറ്റേ എഫേർട്ട് ഇട്ട് ബോൾ വാങ്ങി ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്നു. ബട്ട് വെൻ ഇറ്റ് കംസ് ടു ഫിനിഷിംഗ് ഹീസ് ദ വേർസ്റ്റ് എന്ന് ഞാൻ പറയുള്ളൂ കറന്റ് സിറ്റുവേഷനിൽ. നമ്മൾ ചോദിക്കും അല്ലെ ജെസൂസ് എൻകെറ്റിയും തമ്മിൽ എന്താ, പക്ഷെ അതിൽ വ്യത്യാസമുണ്ട്. ജെസൂസിന്റെ കളി വേറെ വ്യത്യാസമുണ്ട്. എൻകെറ്റിയ ഇസ് ജസ്റ്റ് എ ടാപ്പ് ഇൻ മർച്ചന്റ് വിത്ത് എ ലക്ക്. ആ ചുമ്മാ ലക്കിന് കിട്ടിയ ചാൻസ് അടിക്കുന്നല്ലാണ്ട് ഞാൻ പല പ്രാവശ്യത്തിൻ്റെ അടുത്ത് നമ്മൾ പേഴ്സണൽ ചാറ്റ് കോൺവെർസേഷൻ നടത്തിയപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എൻകെറ്റിയ മേ ബി ഗുഡ് ഫോർ ലൈക്ക് ഫുൾഹാം അങ്ങനത്തെ ടീംസിനൊക്കെ ഓക്കെ. എന്നോട് ഇങ്ങനെയല്ല പറഞ്ഞിട്ടുള്ളത്. എന്നോട് കുറച്ചുകൂടെ ഇത്ര മാന്യമായിട്ടല്ല കൊടുക്കാം. നമുക്ക് ട്രാൻസ്ഫർ വിൻഡോയിലല്ലേ എന്തെങ്കിലും പൈസ അതൊന്ന്. പ്ലസ് ഗബ്രിയൽ ജെസൂസ് മേക്സ് ഓൾ ചാൻസസ്. ലൈക്ക് അവന്റെ ബോൾ കൺട്രോളും ഫൈനൽ തേർഡിലുള്ള ബോൾ കൺട്രോളും ആ ക്ലിനിക്കൽ പാസിങ്ങും ഒക്കെ ബ്രസീലിയൻ ടച്ച് എല്ലാം ഉണ്ട്. ബട്ട് വെൻ ഇറ്റ് കംസ് ടു ഈസി ചാൻസസ് ഫിനിഷിംഗ് ആൻഡ് പ്രോപ്പർ സ്ട്രൈക്കർ ഫിനിഷിംഗ് വരേണ്ടത് ആ ഒരു ഇൻസ്റ്റിങ്, ലൈക്ക് ലെറ്റ്സ് ഹാലൻഡ് ഒരു ടാപ്പിൻ കിട്ടിക്കഴിഞ്ഞാൽ ഇറ്റ് ഇസ് കണ്ണുപൂട്ടി പറയാം ആ ബോൾ അങ്ങനെ. ഇപ്പം ഡിബ്രോയിനെ ഇട്ടു, ബോൾ ഇട്ട് കഴിഞ്ഞാൽ 100% നമുക്ക് പറയാം ദാറ്റ് ഈസ് എ ഗോൾ. അങ്ങനെ നമ്മൾ 50% പോലും ഗബ്രിയൽ ജീസൂസിന്റെ എക്സ്പെക്ട് ചെയ്യുന്നില്ലോ. ജീസൂസിന്റെ കയ്യിലാണല്ലോ എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് ഫസ്റ്റ് ഇൻസ്റ്റിങ്ക്ലി. അടിക്കട്ടെ അല്ലെങ്കിൽ അടിച്ചിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കില്ല. ഇപ്പൊ അടിക്കും എന്നൊരു എക്സ്പെക്ടേഷൻ നമുക്കില്ല.
പുതിയ സീസൺ അല്ലേ, ആ, ഫുൾ ലൈക്ക് നടന്നതൊക്കെ വേറെ, ഫുൾ ഹോപ്സ് വേറെ. correct. നാളെ അതിപ്പോ നമ്മൾ എന്തായാലും പ്രീ സീസൺ നമ്മൾ കുറെ കണ്ടു, നമുക്ക് നല്ലോണം എൻജോയ് ചെയ്തു, നമുക്ക് മനസ്സിലായി സ്ക്വാഡ് എങ്ങനെയാണ്, യങ്സ്റ്റേഴ്സിനെ നമുക്ക് എത്ര നമുക്ക് ആ ഒരു ഏത് യങ്സ്റ്റേഴ്സിനെയാണോ കൊടുത്തത്, ഏത് യങ്സ്റ്റേഴ്സിനെ നമ്മൾ കീപ്പ് ചെയ്തതെന്നുള്ളതിന്റെ നമുക്ക് റീസൺ മനസ്സിലായി പേഴ്സണലി എനിക്ക്. കാരണം ഞാൻ വിചാരിച്ചിട്ടുണ്ട് ബ്രൈറ്റണിൽ നമ്മൾ ഡുബേരി എന്ന് പറഞ്ഞ ഒരു പ്ലെയറിനെ കൊടുത്തായിരുന്നു, ഒരു സാക്ക റീജൻ പോലെ. ഞാൻ വെച്ചാൽ എന്തിനാ കൊടുത്തത്, പക്ഷെ എൻവിനേരിനെയും സ്കെല്ലിനെയും കീപ്പ് ചെയ്ത് എന്തുകൊണ്ടാണെന്ന് പ്രീ സീസൺ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി. They are ready to play in that first team or in that squad. അല്ലെ, അവർക്ക് to be a squad player they are ready. സ്ക്വാഡ് പ്ലേയേഴ്സ് ആയിരിക്കും. ഐ ഡോണ്ട് സ്റ്റിൽ എക്സ്പെക്ട് ദം ടു ഗെറ്റ് ഗുഡ് ചാൻസസ് ദിസ് സീസൺ. അവർക്ക് ഈ സീസൺ കുറെ ചാൻസ് കിട്ടൂല. മേ ബി കാരബാവ് കപ്പ്, FA കപ്പ്, മേ But they will get. അവർക്ക് കിട്ടും, നല്ല ചാൻസ് കിട്ടും. So ഫോർ യങ്സ്റ്റേഴ്സ് നല്ല ചാൻസ് കിട്ടും, ബട്ട് നോട്ട് അറ്റ് ദ ഹൈ ലെവൽ അങ്ങനെ. ഓക്കെ, എനിവേ നമുക്ക് അത് പ്രീ സീസണിന്റെ ഒരു ഇനിയിപ്പം ഇന്ന് നമ്മളിപ്പോ ഇന്ന് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഇന്ന് ഇപ്പം 4:30 ഒരു 2.5 മണിക്കൂർ കൂടെ കഴിഞ്ഞാൽ, അല്ല 3.5 മണിക്കൂർ കൂടെ കഴിഞ്ഞാൽ പ്രീമിയർ ലീഗ് ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്യും. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫുൾഹാമിനെ നേരിടും. ഞാൻ അതിനെക്കുറിച്ച് നമ്മൾ മറ്റുള്ള ടീംസിനെ കുറിച്ച് ഇപ്പൊ കൂടുതൽ സംസാരിക്കുന്നില്ല, റിസൾട്ട്സിനെ കുറിച്ചൊന്നും പറയുന്നില്ല. പക്ഷെ ജസ്റ്റ് അതുകൊണ്ട് ആർസണൽ ഈ ഒരു സമ്മർ ട്രാൻസ്ഫർ വിൻഡോ ഇപ്പം ഈ ഓഗസ്റ്റ് ലാസ്റ്റ് ആകുമ്പോൾ തീരും. ഹൗ ഡു യു റേറ്റ്, എത്ര ഔട്ട് ഓഫ് 10 ഇപ്പോഴത്തെ ഇതുവരെ ചെയ്ത ബിസിനസ്, മെറീനോ നമ്മൾ നടന്നിട്ടില്ല ഒഫീഷ്യൽ ഇതുവരെ നടന്ന ബിസിനസ്സിൽ, ഹൗ ഹാപ്പി ആർ യു വിത്ത് ദ ട്രാൻസ്ഫർ, സമ്മർ ട്രാൻസ്ഫർ? ഔട്ട് ഓഫ് 10 എത്ര കൊടുക്കുക? ഐ എം നോട്ട് ദാറ്റ് ഹാപ്പി, ലൈക്ക് 4.5 to 5. Okay. നമ്മുടെ കുറെ പ്ലേയേഴ്സിനെ, ഔട്ട് ഗോയിങ് പ്ലേയേഴ്സിനെ കൊടുത്തിട്ടില്ല ഇപ്പോഴും. ഇൻകെറ്റിയ, നെൽസൺ, ഇവരൊക്കെ ലിങ്ക്ഡ് ആണ്. ആ ഒരു എന്തെന്നാ ട്രാൻസ്ഫർ മാർക്കറ്റിൽ നമുക്ക് പണ്ടേ നെഗോസിയേഷൻ നടക്കുന്നത് വെരി സ്ലോ ആണ്. ഒരു നമ്മുടെ പ്ലേയേഴ്സിന് കിട്ടുന്ന വാല്യൂസ് ഇല്ല. പ്രൈസ് മണി മീൻസ് നമ്മുടെ പ്ലേയേഴ്സിന്റെ വാല്യൂസ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ 20-15 മില്യൺസ് ദേ ആർ മച്ച് വർത്ത് കമ്പയർഡ് ടു ഇപ്പൊ ചെൽസിയുടെ ഒരു സെയിൽസ് 40 മില്യണിന് പോകുന്ന പ്ലേയേഴ്സിനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പം 20 മില്യന് ചോദിക്കുന്ന പ്ലേയേഴ്സ് ദേ ആർ മച്ച് മോർ വർത്ത്. അപ്പൊ ആ നെഗോസിയേഷൻ ഇസ് നോട്ട് പ്ലേയേഴ്സ് ക്ലബിലുണ്ട്. ബ്രോ നേരത്തെ പറഞ്ഞ് കേട്ടില്ലായിരുന്നു, അവിടെ ചെറിയൊരു ഇത് വന്നു, ഇടയ്ക്കൊരു കട്ടായി. അല്ലെ ലൈക്ക് ഔട്ട് ഗോയിങ് പ്ലേയേഴ്സ് ഇല്ലേ, ലൈക്ക് എൻകെറ്റിയ അങ്ങനത്തെ പ്ലേയേഴ്സ് മേജർലി അത് പെട്ടെന്ന് നടക്കേണ്ട സാധനങ്ങൾ സ്റ്റിൽ ലൈക്ക് ടിൽ ദ എൻഡ് ഓഫ് ദ ട്രാൻസ്ഫർ വിൻഡോ വെച്ചോണ്ടിരിക്കുക. ദാറ്റ് വിൽ അൾട്ടിമേറ്റ്ലി കോസ്റ്റ് us ബൈയിങ് എ ന്യൂ പ്ലെയർ. ഇപ്പൊ സപ്പോസ് ഇൻകമ്മിങ് നമ്മൾ സ്ട്രൈക്കറിനെ പ്ലാൻ ചെയ്തിട്ടുണ്ട്, ബട്ട് എൻകെറ്റിയനെ വിൽക്കാൻ പറ്റിയില്ലെങ്കിൽ സ്റ്റിൽ വി കനോട്ട് ബൈ ഹിം. അങ്ങനത്തെ സ്റ്റേജസ് ഒക്കെ വരുന്നുണ്ട്. ലൈക്ക് ഐ വാണ്ടഡ് എ സ്ട്രൈക്കർ, പിന്നെ സാക്കയ്ക്ക് ഒരു ബാക്കപ്പ് പോലെ ഒരു പ്ലെയറിന് വേണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇതുവരായിട്ട് അത് നടന്നിട്ടില്ല. സോ ലൈക്ക് ഈ സീസൺ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ സാക്കയാണല്ലോ, റൈസ് ആണെങ്കിലും ഇപ്പോഴേ അവർ ഓൾറെഡി ഓവർപ്ലേഡ് ആയിട്ടുണ്ട്. ലൈക്ക് ലാസ്റ്റ് സീസൺ കഴിഞ്ഞു, ജസ്റ്റ് 2 weeks യൂറോസ് പോയി കളിച്ചു. ഒരു 2.5 weeks അവർക്ക് റെസ്റ്റ് കിട്ടി. ബാക്ക് ടു പ്രീ സീസൺ, പിന്നെ സീസൺ തുടങ്ങി. അപ്പം അവരൊക്കെ എക്സോസ്റ്റഡ് ആവുമ്പോൾ, കാരണം വി ആർ ഗോണ ഹാവ് എ ലോട്ട് ഓഫ് ഗെയിംസ്, പ്രീമിയർ ലീഗ് ഉണ്ട്, FA ഉണ്ട്, ഇതുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് ഇന്റർനാഷണൽ ബ്രേക്ക്, അതിലും അവരെ കളിപ്പിക്കും ഫോർ ഷുവർ. പ്ലസ് ഇതെല്ലാം കൊണ്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു ബാക്കപ്പ് സാക്കയ്ക്ക് കിട്ടിയിരുന്നെങ്കിൽ ഇൻ ദ ഗെയിംസ് വെയർ നമ്മൾ ലീഡ് ചെയ്യുക 2-3, സോ സാക്കിനെ അപ്പൊ തന്നെ ബാക്കപ്പ് പ്ലെയറിനെ പ്ലേ ചെയ്യുക. അല്ലെങ്കിൽ സാക്ക ഇന്ന ഗെയിം സാക്ക ഇപ്പം നോട്ട് പെർഫോമിങ് വെൽ എന്നൊരു സിറ്റുവേഷൻ വന്നു, അല്ലെങ്കിൽ നോട്ട് 100% ഫിറ്റ് ആണെങ്കിൽ അവനെ കളിപ്പിക്കാതിരിക്കുക. കഴിഞ്ഞ സീസണിലാണ് വിത്ത് ഇഞ്ചറി കുറെ ഗെയിംസ് അവൻ കളിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു സ്റ്റേജ് നമുക്ക് മാറ്റിയെടുക്കാന്നൊരു അങ്ങനത്തെ വന്നു. സോ മൈ റേറ്റിംഗ് ഇസ് 4.5 to 5. ഫെയർ ആയിട്ടുള്ള റേറ്റിംഗ് ആണ്. എന്നെ സംബന്ധിച്ച് ഞാൻ 6 കൊടുക്കുക, കാരണം ജസ്റ്റ് ഫോർ ദ ഫാക്ട് ദാറ്റ് ഓക്കെ വിൽ സി സ്മിത്രോന് അത്ര ഒരു പൈസ കൂപ്പ് ചെയ്തെടുക്കാൻ എഡുവിന് സാധിച്ചു. 27 million ഇറ്റ്സ് നോട്ട് എ സ്മോൾ ഡീൽ. കാരണം അത്രയും ഇഞ്ചറി ഒക്കെ ഉള്ള ഒരു പ്ലെയർ ആയിട്ട് പോലും 27 million കിട്ടിയെന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ കാലിഫിയോറി ഡീൽ പോലും നല്ലൊരു ഡീലായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇറ്റ്സ് എ ആവറേജ് വിൻഡോ ആസ് ഓഫ് നൗ. പക്ഷെ ലെറ്റ് സി, ഹോപ്പ്ഫുള്ളി ബൈ ദി എൻഡ് ഓഫ് ഓഗസ്റ്റ് ഇവർക്ക് എന്തെങ്കിലും ഒരു പുതിയൊരു അഡീഷൻ കൊണ്ടുവരാൻ പറ്റി. അപ്പം മെറീനോ ക്ലോസ് ആണെന്ന് നമുക്കറിയാം,
ബട്ട് അപ് ദ ഫ്രണ്ട് നമുക്ക് അപ്പോഴും ഒരാൾ വേണം. നമുക്ക് പേഴ്സണലി എല്ലാവർക്കും ഒരു ചോയ്സ് ഉണ്ടാവും, ഒരു നമ്പർ 9 വേണം. പക്ഷെ ഓർ അറ്റ്ലീസ്റ്റ് ഒരു ഫോർവേഡ്, സാക്ക ബാക്കപ്പ്, ഇതിൽ ഏതിലൊരെണ്ണം വന്നില്ലെങ്കിൽ ചിലപ്പോൾ ഹോപ്പ്ഫുള്ളി മെറീനോ നെക്സ്റ്റ് 2 days നടക്കണം. അപ്പൊ ഒരു മിഡ്ഫീൽഡ് ആയി, പിന്നെ ഒരു സ്ട്രൈക്കർ മേ ബി ഇൻ ദ ജാനുവരി വിൻഡോ, വിച്ച് ഇസ് റെയർ. സ്ട്രൈക്കറിനൊക്കെ കിട്ടില്ല, ബട്ട് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. അങ്ങനത്തെ സിറ്റുവേഷൻ. അപ്പം ബ്രോ, അപ്പൊ ഇന്ന് ഇപ്പൊ നമ്മളിപ്പം കുറെ ടോപ്പിക്സ് ഇന്ന് ഡിസ്കസ് ചെയ്തു. ഇന്ന് ഇപ്പൊ നമ്മുടെ ഫസ്റ്റ് പോഡ്കാസ്റ്റ് ആയിരുന്നു. അപ്പോ നമുക്ക് എന്തായാലും ഹോപ്പ്ഫുള്ളി ആർസണൽ ഫാൻസ് ആൻഡ് അതർ ഫുട്ബോൾ ഫാൻസ് ക്യാൻ എൻജോയ്, അവർക്ക് ഇത് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. നമുക്ക് എന്തായാലും ഇതിന്റെ പുതിയ ഒരു കാര്യം ചോദിക്കാൻ പറ്റും. വാട്ട് ഈസ് യുവർ പ്രഡിക്ഷൻ ഫോർ ടുമോറോസ് ഗെയിം? Tomorrow's the Arsenal Wolves. Oh yeah. Arsenal Wolves. I of course predict 3-0 at home for Arsenal. എന്റെയും എക്സ്പെക്ടേഷൻ ഒരു 3-0, 3 അല്ല 4. ലൈക്ക് ഐ എം എക്സ്പെക്ടിങ് മോർ ഗോൾസ്. ഹോം ആണ്. നമ്പർ ഓഫ് ഗോൾസിന്റെ അല്ല, ക്ലീൻ ഷീറ്റ് ആണ് ഇത്രയും ബാക്ക് സ്ട്രോങ് ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടും ലൈക്ക് ഇറ്റ് ഷുഡ് നോട്ട് ആ ഒരു സ്ട്രെങ്ത് കാണിക്കുക. ലൈക്ക് 2-0 or 3-0 എന്റെ പ്രഡിക്ഷൻ. സോ ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നിപ്പം ഫസ്റ്റ് പോഡ്കാസ്റ്റ് ക്ലിയർ ആവുന്നില്ല ബ്രോ, ബിറ്റ് ചെറുതായിട്ട്. അല്ല, ഇപ്പൊ കാണുന്ന ആരെങ്കിലും ഒക്കെ ഉള്ളവരൊക്കെ എല്ലായിടത്തും സജഷൻസോ നമ്മുടെ എന്തെങ്കിലും മിസ്റ്റേക്സോ വാട്ട് എവർ ടോപ്പിക്സ് കവർ ചെയ്യാനുണ്ടെങ്കിൽ അവർക്ക് കമന്റ് ചെയ്യാം. നമുക്കിപ്പോ ഇംപ്രൂവ് ചെയ്യാം എന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുകയാണ്. അത്രേ ഉള്ളൂ. കറക്റ്റ്. കാരണം നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു. ഇപ്പൊ ഞങ്ങളുടെ ഫസ്റ്റ് പോഡ്കാസ്റ്റ് ആണ്, അതുകൊണ്ട് തന്നെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ ഒരുപാട് തെറ്റുകൾ ഉണ്ടെന്ന് നമുക്ക് തന്നെ അറിയാം. അപ്പം നിങ്ങൾ തന്നെ അതിനകത്ത് നിങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്നും കൂടെ കമന്റ് ചെയ്യുക. പിന്നെ ഇത് ലൈക്ക് ചെയ്യുക. പറ്റുന്നോളം ആർസണൽ ഫാൻസിനോടും മറ്റു ഫുട്ബോൾ ഫാൻസിനോടും ഒക്കെ ഈ വീഡിയോ ചാനലും ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമ്മൾ ഇനിയും ആർസണലിന്റെ ന്യൂസ് മാത്രമല്ല, പറ്റുമ്പോ നമ്മുടെ ഇപ്പോഴത്തെ പ്ലാൻ അറിയില്ല, പക്ഷെ ആസ് ഓഫ് നൗ വി ആർ പ്ലാനിങ് ടു ഷെയർ മോർ ആർസണൽ ന്യൂസ് ഇൻ ദ കമ്മ്യൂണിറ്റി. അപ്പം യെസ്, അതുവരെ ഇനിയും നാളെ ഒരു മാച്ച് ഉണ്ടാവും. മേ ബി വിൽ കം അപ്പ് വിത്ത് എ വീഡിയോ ബിഫോർ, അതല്ലെങ്കിൽ ചിലപ്പം അത് കഴിഞ്ഞിട്ടായിരിക്കും ഒരു റിയാക്ഷൻ വീഡിയോ പോലെ ആയിരിക്കും വരുന്നത്. സോ ഹോപ്പ്ഫുള്ളി വിൽ സീ യു സൂൺ അഗൈൻ. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം ദീപകേട്ട. നമുക്ക് വീണ്ടും കാണാം നെക്സ്റ്റ് ഡേ. ഓക്കെ, സീ യു, സൈനിങ് ഔട്ട്. ബൈ. Come on, you gunners.